നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതയുടെ സമയങ്ങളിൽ, ശൂന്യതയുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ ദൈവം പറയുന്ന ഒരു ആലോചന പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ ആ വചനം നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, ആ വചനം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത്, കർത്താവ് പറയുന്ന വചനം അനുസരിക്കുക, അത്ഭുതങ്ങൾ നടക്കും. ചോദ്യം ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താലേ നടക്കുകയുള്ളൂ എന്ന് ചോദിക്കാതെ കർത്താവ് എന്തു പറയുന്നു അത് ചെയ്താൽ അത്ഭുതം നടക്കും. ഒരുപാട് സംഭവങ്ങളാണ് ബൈബിളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കാനായിലെ കല്യാണ നാളിൽ ആ ഭവനത്തിൽ യേശു ഉണ്ടായിരുന്നു. വെറും കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് യേശു പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു. അത് വീഞ്ഞായി മാറി. ഒരു വലിയ ദൈവമഹത്വം അവിടെ വെളിപ്പെട്ടു. ചോദ്യം ചെയ്യാതെ കർത്താവിനെ ഒന്ന് അനുസരിക്കുക. ഇന്നത്തെ സന്ദേശം പറയാൻ ഉദ്ദേശിക്കുന്ന രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന് 3, 4, 5 അധ്യായങ്ങളിൽ നിന്നാണ്. 3 അധ്യായങ്ങളിലും ഈ 3, 4, 5 അധ്യായങ്ങൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായവും 4-ാം അധ്യായം 5-ാം അധ്യായം, 3 അധ്യായങ്ങളിലും ഓരോ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ആ അത്ഭുതങ്ങളെല്ലാം ഓരോ കാര്യം വചനം പറയുമ്പോൾ അനുസരിച്ചപ്പോൾ നടന്ന അത്ഭുതങ്ങളാണ്. ആദ്യം 3-ാം അധ്യായത്തിൽ കാണുന്ന അത്ഭുതം, ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും കൂടെ ഒരു മരുഭൂമിയിൽ വെള്ളമില്ലാതെ, അവരോ അവരുടെ സൈനികരോ അവരുടെ മൃഗവാഹനങ്ങൾക്കോ വെള്ളമില്ലാതെ വലഞ്ഞ സമയത്ത് എലീശ പ്രവാചകൻ പറയുകയാണ്, അവരോട് പറയുകയാണ്, ഈ താഴ്വരയിൽ നിങ്ങൾ ധാരാളം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. ഈ താഴ്വരയിൽ ധാരാളം കുഴികൾ വെട്ടുക, വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ വെള്ളം എത്തിച്ചേരുവാൻ യാതൊരു സാധ്യതയില്ലാതിരിക്കുന്ന ആ കുഴിയിൽ, ആ താഴ്വരയിൽ അവർ കുഴി വെട്ടാൻ തയ്യാറായപ്പോൾ, ആ കുഴിയുടെ ആഴം കൊണ്ടോ വെള്ളം വരാനുള്ള സാധ്യത കൊണ്ടോ അല്ല, ആ വചനം അനുസരിച്ചപ്പോൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ നോക്കിയപ്പോൾ ആ കുഴികളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ടു. ഒരു അത്ഭുതം അവിടെ നടന്നു. ഞാൻ പറയാം, ദൈവം പറഞ്ഞത്, അവന്റെ ആലോചന തിരസ്കരിക്കാതെ, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു വഴി ഉണ്ടാകുകയില്ല. ഇത് മരുഭൂമിയാ, ഇവിടെ ഇനി വെള്ളം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം നന്മ തരും, വെള്ളം തരും. ഭൗതികമായ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ആമേൻ. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ ദൈവം തുറന്നു തരും. താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. സ്വസ്ഥത കുടുംബത്തിൽ കടന്നു വരും. 4-ാമത്തെ അധ്യായത്തിലെ വിഷയം, ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്ന് കടം കയറിയിട്ട്, ആ കുടുംബം കടം കയറിയിട്ട് ആ പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെ വന്ന് പറയാണ്, ഞങ്ങളുടെ മക്കളെ കടക്കാർ പിടിച്ചോണ്ട് പോവുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. കടം കയറി നശിച്ചിരിക്കുന്ന ഒരു സമയം, മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്ത് എലീശ പ്രവാചകന്റെ അടുക്കൽ ഈ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, നിന്റെ ദാസൻ ഒരു ഭക്തനായിരുന്നു, പക്ഷെ വലിയ കടബാധ്യതയാണ് ഞങ്ങൾക്കുള്ളത്. എലീശ പറഞ്ഞ കാര്യം, അതിന് 2 രാജാക്കന്മാർ 4:3, അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. മക്കളെ വിളിച്ച് മുറിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ട് മുറി വാതിൽ അടയ്ക്കുക, എണ്ണ പകരുക. ആമേൻ. ഒരല്പം ഉണ്ടായിരുന്ന എണ്ണ വെറും പാത്രങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു, വാങ്ങിച്ച് പകരുക, ആരും കാണരുത്. ഹല്ലേലൂയ. അവിടെ പാത്രത്തിന്റെയോ എണ്ണയുടെയോ ഒന്നും ശക്തിയല്ല, ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ചപ്പോൾ ആ വെറും പാത്രങ്ങളിലെല്ലാം എത്രമാത്രം പാത്രം ഉണ്ടായിരുന്നു അത്രയും പാത്രം നിറഞ്ഞു. ഹല്ലേലൂയ. ഇതൊരു പരസ്യമായിട്ടുള്ള അത്ഭുത പ്രവൃത്തി ആയിരുന്നില്ല, വളരെ രഹസ്യമായി. പറയാം, നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന വിഷയത്തിലും, നിങ്ങളുടെ വീടിന്റെ അകത്തെ വിഷയത്തിലും കർത്താവിനെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. അതുതാണ് കാണുന്നത്. ആമേൻ. പുറത്തു പറയാൻ കഴിയാതെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഭവനത്തിന്റെ അകത്ത് വളരെയധികം നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, അവിടെയും ഉത്തരം തരുവാൻ, അത്ഭുതം സൃഷ്ടിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്.
അത് നിങ്ങൾ വിശ്വസിക്കുക. രണ്ടാമത്തെ സംഭവം അതാ. എന്നാൽ അടുത്ത സംഭവം 5-ാമത്തെ അധ്യായമാണ്. അവിടെ നയമാൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, സിറിയൻ രാജാവിൻ്റെ സേനാനായകനാണ്. ഭയങ്കര കുഷ്ഠരോഗമാണ്. ഒരു ഇസ്രായേൽക്കാരത്തിയായ സ്ത്രീ പറഞ്ഞു, ഒരു സഹോദരി പറഞ്ഞു, നീ ഇസ്രായേലിലെ എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് എലീശ പറയും, എലീശ സൗഖ്യമാക്കും, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് എലീശ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ സ്ത്രീ, ഈ നയമാൻ കടന്നു വരികയാണ്. നയമാനോട് എലീശ പറയുകയാണ്, എലീശയുടെ വീടിന്റെ അടുക്കിലേക്ക് എത്തിയില്ല, അതിന് മുമ്പ് എലീശ ആളയച്ചിട്ട് അങ്ങോട്ട് പറയാണ്, നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ പറയാം, നീ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങുക. 2 രാജാക്കന്മാർ 5:10. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തേതുപോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. ഉണ്ടോ? ഇതാണ് 3-ാമത്തെ സംഭവം. ഒരിക്കലും അനുസരിക്കാൻ പറ്റാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ചെയ്യാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. വലിയ പുണ്യ നദികൾ ആ സിറിയയിൽ ഉള്ളപ്പോൾ തന്നെ യോർദാനി വന്നിട്ട് 7 പ്രാവശ്യം മുങ്ങാനായിട്ട് പറഞ്ഞു. അത് അനുസരിക്കാൻ ആദ്യം കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അവൻ അനുസരിച്ചു. 7-ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോൾ ഒരു ബാലകന്റെ ശരീരം പോലെ അവന്റെ ശരീരമായി തീർന്നു. സൗഖ്യം വ്യാപരിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്ന അനുസരിച്ചാൽ സൗഖ്യമുണ്ട്. ചോദ്യം ചെയ്യേണ്ട. പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ അനുസരിക്കുന്നത് അവര് ഉപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, കർത്താവിനെ അനുസരിച്ചോണം, കർത്താവിന്റെ വചനം കേട്ടോണം. നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദം അനുസരിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, നമുക്ക് വിശ്വാസമുണ്ട്, കർത്താവ് ഒരു വിടുതൽ ചെയ്യണം, അത്ഭുതം ചെയ്യണം. പക്ഷെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പാണ് ഒരു അനുസരണം. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്യട്ടെ. നിങ്ങളുടെ പൊതുവിലുള്ള വിഷയത്തിലാണെങ്കിലും, അത് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നമാണെങ്കിലും, നിങ്ങളുടെ വീടിന്റെ അകത്ത് ആരും കാണാതെ ഞരങ്ങുന്ന വിഷയങ്ങളാണെങ്കിലും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നമാണെങ്കിലും, വിടുതൽ തരാൻ കർത്താവ് ശക്തനാ. അവന്റെ വാക്ക് കേൾക്കുക, അവന്റെ വാക്കുകളെ അനുസരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് സമർപ്പിച്ച് കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, മക്കൾ നേരിടുന്ന എല്ലാ സാമൂഹിക വിഷയങ്ങളുടെ മേൽ ഒരു നീക്കുപോക്കും മറുപടി ഇല്ലാത്ത വിഷയത്തിൽ, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന വിഷയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ഈ മക്കളെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ വിശ്വാസത്താൽ കുഴികളെ വെട്ടുവാൻ, കർത്താവ് പറഞ്ഞതനുസരിപ്പാൻ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കും. കർത്താവേ, ഞരങ്ങിപ്പോകുന്ന വിഷയം, ഉള്ളുകൊണ്ട് വേദനിക്കുന്ന വിഷയങ്ങൾ, കർത്താവ് വ്യസനിച്ചിരിക്കുന്ന വിഷയത്തിന് മേൽ കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. അവിടുത്തെ അനുസരിപ്പാൻ ഇടയാകട്ടെ. കർത്താവെ, അതുപോലെ ശാരീരികമായി നേരിടുന്ന രോഗങ്ങൾ, ബലഹീനതകൾ, കർത്താവെ, മറ്റാളും പറയാൻ കഴിയാത്ത വേദനകൾ, യേശുവിന്റെ നാമത്തിൽ അവിടെ സൗഖ്യമുണ്ടാകട്ടെ. നിന്റെ വചനത്തിന്റെ ശക്തി അയച്ച് ഈ മക്കളെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്യും. അവിടുത്തെ വാക്ക് കേൾക്കുവാനും അനുസരണത്തിന്റെ സ്റ്റെപ്പ് വെക്കുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ പതിവ് പോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.